മലയോര കർഷക ജനതയോട് സർക്കാരിന് വല്ലാത്തൊരു അവഗണന ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലേക്കാണ് ആണല്ലോ സർ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ടും കൂടി വന്നതോടെ ഒഴിഞ്ഞു പോകുന്നൊരു രീതിയിലേക്ക് സർക്കാരിന്റെ നയം വരുമ്പോൾ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ നിഷ്ക്രിയരായി സർക്കാരും നോക്കി നിൽക്കുമ്പോൾ തീർത്തും ഒരു അവഗണന തന്നെയല്ലേ ഈ മലയോര കർഷക ജനതയോട് സർക്കാരും കാണിക്കുന്നത്? തീർച്ചയായിട്ടും ഇതിനെ അവഗണന എന്ന് പറഞ്ഞുകൂടാ, ഇതൊരു കൊടിയ ചതിയാണ്. സംസ്ഥാന ഗവൺമെന്റ് ഈ പറയുന്ന 123 അല്ലെങ്കിൽ 131 വില്ലേജുകൾ എന്ന് അവർ കണ്ടെത്തിയ സ്ഥലത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നതിലും അതിപ്പോ അന്തിമ വിജ്ഞാപനത്തിൽ ഉൾപ്പെടുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നതിലും അക്ഷന്തവ്യമായ തെറ്റ്, കൃത്യവിലോപം, അക്ഷന്തവ്യമായിട്ടുള്ള അവഗണന സംസ്ഥാന സർക്കാർ കാണിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു ആശങ്കയുമില്ല. ഇത് ഞാൻ പറയുമ്പോൾ വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതായത് കസ്തൂരിരംഗൻ റിപ്പോർട്ട് അതിന്റെ ആദ്യത്തെ കരട് വിജ്ഞാപനം വരുന്നത് 2014-ലാണ്. 2014 ശേഷം 15-ലും 17-ലും 18-ലും അതുപോലെ തന്നെ 22-ലും ഈ കരട് വിജ്ഞാപനങ്ങൾ ഇറങ്ങി. 6ാമത്തെ കരട് വിജ്ഞാപനമാണ് ഇപ്പോൾ 2024 ജൂലൈ 31 പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ 6 കരട് വിജ്ഞാപനങ്ങളിലും മറ്റ് 6 സംസ്ഥാനങ്ങളാണ് ഈ പശ്ചിമഘട്ടത്തിന്റെ പരിധിയിൽ വരുന്നതെങ്കിൽ അതിൽ കേരളത്തിന്റെ കേസിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടല്ല മാനദണ്ഡം, മറിച്ച് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് പരിസ്ഥിതി സംവേദക മേഖലകൾ അഥവാ ESA പെടുത്തിയിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് കരട് വിജ്ഞാപനത്തിൽ കാണുന്നുണ്ട്. അത് ഈ 6 വിജ്ഞാപനങ്ങളും അങ്ങനെ തന്നെയാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. മറ്റ് 5 സംസ്ഥാനങ്ങളുടെ കേസിലും കസ്തൂരിരംഗന്റെ ശുപാർശകൾ എടുത്തപ്പോൾ കേരളത്തിന്റെ കേസിൽ കേരള ഗവൺമെന്റ് ഉമ്മൻ കമ്മിറ്റി വെച്ച് പ്രാദേശിക പഠനം നടത്തി കൊടുത്തു പറയുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ശുപാർശയാണ് കരട് വിജ്ഞാപനത്തിൽ പെടുത്തിയിരിക്കുന്നത് വളരെ വ്യക്തമായ കരട് വിജ്ഞാപനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്താണ് ഇതിന് ഏറ്റവും വലിയ ചതി അടങ്ങിയിരിക്കുന്നത്. ഈ സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ ഉമ്മൻ കമ്മിറ്റിക്ക് തന്നെ അടിസ്ഥാനപരമായിട്ടൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം 123 വില്ലേജുകളെ പരിസ്ഥിതി സംവേദ മേഖലകളാക്കി തീരുമാനിച്ച കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ പുനർപഠനം നടത്തിയ ശേഷം ജനവാസ കേന്ദ്രങ്ങളെയും കൃഷിയിടങ്ങളെയും തോട്ടങ്ങളെയും ഒഴിവാക്കി കേവലം വനപ്രദേശങ്ങൾ മാത്രമായിട്ടും കുറച്ച് തരിശ് ഭൂമികൾ സർക്കാരിന്റെ കൈവശമുള്ള കുറച്ച് ബെയർലാൻഡ്സുകളും മാത്രം പെടുത്തിക്കൊണ്ട് 9993.7 ചതുരശ്ര കിലോമീറ്റർ ESA ആയിട്ട് പ്രഖ്യാപിക്കാനായിട്ട് ശുപാർശ ചെയ്തു. ആ 9193.7 ചതുരശ്ര കിലോമീറ്ററിൽ 9107 റിസർവ് ഫോറസ്റ്റും ബാക്കി 886.7 ചതുരശ്ര കിലോമീറ്റർ തോടുകളും പുഴകളും അതുപോലെ ഗവൺമെന്റ് കൈവശമിരിക്കുന്ന ഭൂമികളും ഒക്കെയാണെന്നാണ് കണ്ടെത്തിയത്. പക്ഷെ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത് തുടർച്ചയായിട്ട് വരുന്ന വിധത്തിൽ ഉള്ള സംസ്ഥാന സർക്കാരിനോട് ശുപാർശ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്തെല്ലാം ആവശ്യപ്പെട്ടത് റിസർവ് ഫോറസ്റ്റുകളും വേൾഡ് ഹെറിറ്റേജ് സൈറ്റും പ്രൊട്ടക്റ്റഡ് ഏരിയാസും മാത്രം ESAയിൽ പെടുത്തിയാൽ മതി എന്നുള്ളതാണ്. ഉമ്മൻ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിൽ അടിസ്ഥാനപരമായ വീഴ്ച 123 വില്ലേജുകളിൽ 9107 ചതുരശ്ര കിലോമീറ്റർ റിസർവ് ഫോറസ്റ്റ് ആണെന്ന് ഉമ്മൻ കൊടുത്ത റിപ്പോർട്ട് അതിൽ തന്നെ തെറ്റായിരുന്നു. കാരണം അത് കേരളത്തിലെ മൊത്തം റിസർവ് ഫോറസ്റ്റിന്റെ അളവാണ്. അത് 123 വില്ലേജിലെ ഫോറസ്റ്റിന്റെ അളവായി ഉമ്മൻ രേഖപ്പെടുത്തി കാണിച്ചതോടുകൂടി തന്നെ ഈ 123 വില്ലേജുകളിൽ നിന്നും ഇത്രയും സാധാരണക്കാരുടെ കൈവശം ഇരിക്കുന്ന മതിയായ രേഖകളുള്ള ഭൂമി അടക്കമുള്ളവ റിസർവ് ഫോറസ്റ്റിന്റെ ഗണത്തിലേക്ക് മാറ്റപ്പെടുകയുണ്ടായി. ഇത് കറക്റ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പലപ്പോഴായി സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. 2018-ലാണ് ഈ മുൻ പിണറായി വിജയൻ സർക്കാർ 2018 ഒരു ശുപാർശ നൽകി. അവിടെയാണ് 92 വില്ലേജുകളെ പെടുത്തിയാൽ മതി, 123 വില്ലേജുകൾ വേണ്ട എന്ന് പറയുന്നത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, 1600 അധികം വരുന്ന വില്ലേജുകളിൽ കേവലം 123 വില്ലേജുകളെ അല്ലെ 92 വില്ലേജുകളെ പരിസ്ഥിതി സംവേദക മേഖലയുടെ പരിധിയിൽ കൊണ്ടുപോകുന്നുകൊണ്ട് കേരളത്തിന്റെ മുഴുവൻ പരിസ്ഥിതി സംരക്ഷിക്കാമെന്നുള്ള ഒരു തെറ്റായ വ്യാഖ്യാനം അതിൽ തന്നെ നിരർത്ഥകമാണ്. അതെടുത്ത് ദൂരെ കളയേണ്ടതാണ്. അതവിടെ നിൽക്കട്ടെ. ഈ 92 വില്ലേജുകളിലെ മാത്രം ശുപാർശ ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ 101 വില്ലേജുകളിൽ നിന്ന് അത് കുറവാക്കി 98 സബ്മിറ്റ് ചെയ്തു. അപ്പോഴും ഈ വില്ലേജുകളിലെ ഫോറസ്റ്റ്, കേരളത്തിലെ മുഴുവൻ ഫോറസ്റ്റും ഈ 121 വില്ലേജിൽ ചേർത്ത് വെച്ചിരിക്കുന്നതിലെ കറക്ഷൻ വരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. പിന്നീട് പല പ്രാവശ്യം പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയും കത്തോലിക്ക കോൺഗ്രസും ഒക്കെ ഇത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇത് തിരുത്തണം, ഈ തെറ്റ് തിരുത്തണമെന്ന്. അത് അന്നത്തെ ഇതിന്റെ ചെയർമാൻ ആയിരുന്ന ഉമ്മൻ സാറിനോട് നമ്മൾ ആവശ്യപ്പെട്ടതാണ്. ഇങ്ങനൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന്. അപ്പൊ അദ്ദേഹം പറയുന്നത് കുറച്ച് കൊല്ലങ്ങളായി എനിക്കിനി അതൊന്നും ചെയ്യാനില്ല എന്നുള്ള സ്റ്റാൻഡിലാണ് അദ്ദേഹം നിൽക്കുന്നത്. സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി അടക്കമുള്ളവരെടുത്ത് നമ്മൾ ഇത് ചൂണ്ടിക്കാണിച്ചു. ഈ 123 വില്ലേജിലെ ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത്
ശരാശരി അല്ലെങ്കിൽ അതിന്റെ കണക്ക് എന്ന് പറയുന്നത് 7500 ചതുരശ്ര കിലോമീറ്ററേ ഉള്ളൂ. അത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന 9107 അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബാക്കി വരുന്ന 1500ഓളം ചതുരശ്ര കിലോമീറ്റർ സാധാരണക്കാരുടെ ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും തോട്ടങ്ങളും അടങ്ങുന്ന പ്രദേശങ്ങളിലെ റിസർവ് ഫോറസ്റ്റ് ആയിട്ടാണ് മാറുക. അത് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ തിരുത്തിയിട്ടില്ല എന്നുള്ളത്. ഈ ഒരു വാദഗതി പല പ്രാവശ്യം നമ്മൾ ഉന്നയിച്ചിട്ടും സംസ്ഥാന സർക്കാർ ഈ കഴിഞ്ഞ 2 വർഷം ആയിട്ട് തിരുത്തലൊന്നും നടത്താതെ കഴിഞ്ഞ 1 വർഷം പഞ്ചായത്ത് തല സമിതിയുമായിട്ട് അംഗീകരിച്ച് തിരുത്തൽ വരുത്തുകയാണെന്ന് വ്യാജേന അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ശ്രമമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു പരിശ്രമം നടത്തുകയും എന്നിട്ട് ആ തിരിച്ച റിപ്പോർട്ട് കൊണ്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തതായിട്ട് കാണുന്നത് 2/11/2024 25/11/2024 പാർലമെന്റിലെ മറുപടി അനുസരിച്ച് മന്ത്രി പറഞ്ഞതനുസരിച്ച് 98 വില്ലേജുകൾ അപ്പോൾ പെടുത്തിയിട്ടുണ്ട്. അപ്പൊ 123 വില്ലേജുകൾ എന്നുള്ളത് അവർ 131 വില്ലേജുകളായി സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിക്കുകയും അതിൽ 98 വില്ലേജുകളെ ESA ആയി ശുപാർശ ചെയ്യാനായിട്ട് സംസ്ഥാന സർക്കാർ അതിന്റെ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ 92 വില്ലേജുകൾ 98 ആയപ്പോഴും ഈ ബാക്കിയുള്ള വില്ലേജുകളെ ഒഴിവാക്കാൻ വേണ്ടി സ്വീകരിച്ച മാനദണ്ഡങ്ങൾ അതേ രീതിയിൽ ബാധകമാക്കുകയാണെങ്കിൽ സമാനമായ നിരവധി വില്ലേജുകൾ മലബാർ ഏരിയയിൽ അടക്കം ഒഴിവാക്കപ്പെടേണ്ടതാണ്. എന്നാൽ അതുണ്ടായിട്ടില്ല. ഈ ആദ്യമുള്ള 123 വില്ലേജുകളിൽ 31 വില്ലേജുകളെ ഒഴിവാക്കിയതിൽ 3 വില്ലേജുകൾ ഒഴിച്ച് ബാക്കിയുള്ള 28 എണ്ണവും തെക്കൻ കേരളത്തിൽ നിന്നാണ്. വടക്കൻ കേരളത്തിൽ നിന്നുള്ള ഈ പറയുന്ന നിരവധി വില്ലേജുകൾ അതേ ഗണത്തിൽപ്പെടുന്നതും ഒഴിവാക്കപ്പെടേണ്ടതുമായിരുന്നെങ്കിലും അത് സർക്കാർ പരിഗണിച്ചില്ല എന്നുള്ള ആശയമോടെ നിൽക്കെ തന്നെ ഇപ്പൊ പുതിയ റിപ്പോർട്ട് കൊണ്ട് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ് 98 വില്ലേജുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഈ 9197 ചതുരശ്ര കിലോമീറ്റർ ഫോറസ്റ്റ് ചുരുങ്ങിയിരിക്കുന്നത് 8590 ചതുരശ്ര കിലോമീറ്ററിലേക്കാണ്. ഇത്രയും വില്ലേജുകളെ മാറ്റിയ ശേഷവും ഫോറസ്റ്റ് ഏരിയയുടെ വിസ്തൃതി എന്ന് പറഞ്ഞ നാമമാത്രമായി 500 ചതുരശ്ര കിലോമീറ്റർ കുറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ വാസ്തവത്തിൽ 516 ചതുരശ്ര കിലോമീറ്റർ കുറയുമ്പോഴും 8590 ചതുരശ്ര കിലോമീറ്റർ ഫോറസ്റ്റ് ഈ 98 വില്ലേജുകൾ ഉണ്ടാവണം. അത് ഒരിക്കലും സാധ്യമല്ല. അവിടെ ആകെയുള്ളത് 7500 താഴെ ചതുരശ്ര കിലോമീറ്റർ ആണ്. അത് തിരുത്തി കൊടുക്കാൻ ഇതുവരെ സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടില്ല, അല്ലെങ്കിൽ തിരുത്തലുകൾ സംഭവിച്ചിട്ടില്ല. ആവർത്തിച്ച് ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടും കർഷകർ ആവശ്യപ്പെട്ടിട്ടും മലയോര ജനത ആവശ്യപ്പെട്ടിട്ടും തെറ്റു തിരുത്താൻ തയ്യാറാവാതെ ആരുടെയൊക്കെയോ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ചില വില്ലേജുകളെ മാറ്റുകയും യഥാർത്ഥത്തിൽ അവനവന്റെ മതിയായ രേഖകളുള്ള ഭൂമികളെല്ലാം റിസർവ് ഫോറസ്റ്റിന്റെ ഗണത്തിലേക്ക് പെടുത്തുകയും ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലും കേന്ദ്രം ഇപ്പൊ വീണ്ടും അതിന്റെ വിശദീകരണം ചോദിച്ചത് അത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമുക്ക് വരുന്ന റിപ്പോർട്ട്. വാസ്തവത്തിൽ ഇതൊരു വലിയ ചതിയാണ്. കേരളത്തിലെ ജനങ്ങളെ കേന്ദ്രം ആവശ്യപ്പെടുന്നതനുസരിച്ച് കൃത്യമായിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വമുള്ള സംസ്ഥാന ഗവൺമെന്റ് അലംഭാവം കൊണ്ടോ അലസത കൊണ്ടോ അല്ലെങ്കിൽ അവഗണന കൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വമായ വീഴ്ച കൊണ്ടോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. പ്രധാനമായും സർക്കാർ ചെയ്യേണ്ട 4 കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ടത് ഈ ഫോറസ്റ്റ് ഏരിയ വന്നിരിക്കുന്ന തെറ്റ്, ടോട്ടൽ ഫോറസ്റ്റ് ഏരിയയിലെ തെറ്റ് തിരുത്തി കൊടുക്കുവാൻ തയ്യാറാകണം. കരട് വിജ്ഞാപനത്തിന്റെ കാലത്ത് തെറ്റുകൾ തിരുത്താനുള്ള അവസരമാണ്. അത് തിരുത്തുന്നതിൽ ഒരു അപാകതയുമില്ല. രണ്ടാമത്തത്, ഈ ESA വില്ലേജുകളുടെ പേര് റവന്യൂ വില്ലേജിന്റെ പേരിൽ അറിയപ്പെടാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്ന കാര്യമാണ്. ESA വില്ലേജുകളെ റവന്യൂ വില്ലേജിന്റെ പേരിൽ അറിയപ്പെട്ടു കഴിഞ്ഞാൽ റവന്യൂ വില്ലേജുകൾ ESA വില്ലേജ് ആകുകയും ആ റവന്യൂ വില്ലേജ് നടക്കുന്ന എല്ലാ ഇടപാടുകളും ട്രാൻസാക്ഷൻസും ESA വില്ലേജിലെ ഇടപാടുകളായി മാറുകയും ഈ ഭൂമി പതിച്ചു നൽകൽ അല്ലെങ്കിൽ ഭൂമി ഇടപാടുകളിലൊക്കെ അതിന്റെ ആധാരത്തിൽ പോലും ESA വില്ലേജ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് ആ കർഷകരെ സംബന്ധിച്ച ഭൂമിയുടെ ഉടമസ്ഥനെ സംബന്ധിച്ച് ഒരു ബാങ്ക് ലോൺ പോലും എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുമെന്നും അതുകൊണ്ട് ESA വില്ലേജുകളായി റവന്യൂ വില്ലേജുകളെ മാർക്ക് ചെയ്തെന്നുള്ള ആവശ്യം ഇതുവരെ ഗവൺമെന്റ് ചെവിക്കൊള്ളുകയോ അതനുസരിച്ച് കറക്ഷൻ വരുത്തുകയോ ചെയ്തിട്ടില്ല. അത് അടിയന്തരമായി ചെയ്യേണ്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്തു എന്ന് പറയുന്ന റിപ്പോർട്ട് അത് പബ്ലിക്കിന് അവൈലബിൾ ആക്കുന്നില്ല. എന്ത് റിപ്പോർട്ടാണ് ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്? അതിനകത്ത് തങ്ങളുടെ ഭൂമി വിട്ടുപോയിട്ടുണ്ടോ, തങ്ങളുടെ ഭൂമി റിസർവ് ഫോറസ്റ്റിന്റെ പരിധിയിലേക്ക് പെടുത്തുവാനായിട്ട് ഈ റിപ്പോർട്ടിൽ കാരണമായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ സാധാരണക്കാർക്ക് അത് അവൈലബിൾ ആക്കുന്നില്ല. അത് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചു എന്ന് പറയുന്നു. പക്ഷെ അതിനോടനുബന്ധിച്ചുള്ള മാപ്പുകളോ ജിയോ കോർഡിനേറ്റ്സ് മാപ്പുകളോ ഒന്നും സംസ്ഥാന സർക്കാർ വില്ലേജ് ഷേപ്പ് ഫയൽസ് അടക്കം പുറത്തുവിടാതെ രഹസ്യമായി കളിക്കുകയാണ്. അത് തന്നെ പുറത്തുവിട്ട് നാലാമത്തെ കാര്യം, പഞ്ചായത്തുകളും ഗ്രാമസഭകളും അത് പരിശോധിച്ച് ചെക്ക് ചെയ്ത് അതിൽ തിരുത്തൽ വരുത്തിയിട്ട് വേണം ഇനി സംസ്ഥാന സർക്കാർ അന്തിമ ശുപാർശ സമർപ്പിക്കാനായിട്ട്. പക്ഷെ ഇതിനുള്ള നീക്കങ്ങളൊന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നില്ല എന്നുള്ളത് ജനങ്ങളെ അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അതിന്റെ പ്രതിഷേധം ശക്തമായ ജനങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 98 വില്ലേജുകളിലെ അല്ലെങ്കിൽ ഈ 121 വില്ലേജുകളിലെ അല്ലെങ്കിൽ 92 വില്ലേജുകൾ ഏതായാലും ശരി,
അതിലുള്ള കറക്ഷൻസ് വരുത്തി ഫോറസ്റ്റിന്റെ കൃത്യമായ ഫോറസ്റ്റും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ജോയിന്റ് സർവേ നടക്കാത്തതുകൊണ്ട് ഫോറസ്റ്റിന്റെ ഏരിയ അവർക്ക് കൃത്യമായ കണക്കുകളില്ല. അതിന്റെ അതിർത്തി കൃത്യമായി നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 101 വില്ലേജിൽ കാണിച്ചിരിക്കുന്ന ഫോറസ്റ്റ് ഏരിയ തെറ്റാണ്. ആ തെറ്റുകൾ തിരുത്തി കൊടുക്കാൻ ആവശ്യപ്പെടുന്നത് ചെയ്യുന്നില്ല. ഫോറസ്റ്റുകൾ ESA ആയി പ്രഖ്യാപിക്കുമ്പോൾ റവന്യൂ ഭൂമി അല്ലെങ്കിൽ റവന്യൂ വില്ലേജിന്റെ പേരിൽ അത് അറിയപ്പെടരുതെന്നുള്ള ആവശ്യം ഗവൺമെന്റ് പരിഗണിച്ചിട്ടില്ല. അതുപോലെ തന്നെ പുതിയതായി ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്തു വരുന്ന റിപ്പോർട്ട് ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് മറച്ചു പിടിക്കൽ നടത്തുകയാണ്, അല്ലെങ്കിൽ കള്ളക്കളി നടത്തുകയാണ്. അത്തരത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു തുറവി ഉണ്ടാകുന്നില്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്, അത് സാധിക്കുന്നില്ല. നാലാമത്, അതിൽ എന്തെങ്കിലും കറക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ എല്ലാ ബന്ധപ്പെട്ട പഞ്ചായത്തുകളും അതുപോലെ തന്നെ ഗ്രാമസഭകളും ചേർന്നത് കറക്റ്റ് ചെയ്യാൻ ആവശ്യമായ അവസരം അവർക്ക് കൊടുക്കുകയും അന്തിമമായി അവരെ കൂടെ ശ്രമിച്ചുകൊണ്ടില്ല കറക്ഷൻ വരുത്തി കേന്ദ്രത്തിൽ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്തിട്ടില്ല. ഇപ്പോഴും കേന്ദ്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് റിപ്പോർട്ട് അന്തിമമായിട്ട് ഞങ്ങൾ ചോദിച്ച ക്ലാരിഫിക്കേഷൻ തരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എവിടെയാണ് കുഴപ്പം? കസ്തൂരംഗൻ ഒരു വശത്ത് പറയുകയും കസ്തൂരംഗന്റെ ശുപാർശകളല്ല കേരളത്തിന്റെ കേസിൽ ESA വിജ്ഞാപനത്തിൽ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്, ഞങ്ങൾ നടപടിയെടുത്തിരിക്കുന്ന എല്ലാം സംസ്ഥാന സർക്കാർ തന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കരട് വിജ്ഞാപനത്തിൽ എഴുതി ചേർക്കുകയും ചെയ്തു വെച്ചിട്ട് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട റിപ്പോർട്ടുകളെല്ലാം അത് കസ്തൂരംഗന്റെ ആണെന്നോ ഗാഡ്ഗിലിന്റെ ആണെന്നോ പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. മറിച്ച് സംസ്ഥാന സർക്കാർ തന്നെ തിരുത്തിയേ മതിയാകൂ. അതല്ലാത്ത പക്ഷം ശക്തമായ തിരിച്ചടികൾ നേരിടേണ്ടി വരും. ജനങ്ങൾ പ്രക്ഷോഭത്തിന് ഇറങ്ങേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവും. ഇതിങ്ങനെ 10 കൊല്ലമായി ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ ചിന്തിക്കുന്നത് ESA എന്ന് കേൾക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെ വന്നിട്ടില്ലോ എന്ന് വിചാരിച്ച് കുറെ ആളുകൾ ഇതിനെ അപഹസിക്കുന്നുണ്ട്, കുറെ ആളുകൾ ഇതിനെ പരിഹസിക്കുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ ഈ 6 കരട് വിജ്ഞാപനത്തിന് ശേഷം ഇപ്പോൾ അന്തിമ വിജ്ഞാപനം ഇറങ്ങാനുള്ള ഒപ്പുകൂട്ടലുകൾ കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തെങ്കിലും ഈ അന്തിമമായിട്ട് കറക്ഷൻ നടത്തി സംസ്ഥാന സർക്കാർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 123 വില്ലേജിൽ അല്ലെങ്കിൽ 98 വില്ലേജുകളെ ലക്ഷക്കണക്കിന് ആളുകളെ 30 ലക്ഷത്തിലധികം ആളുകളുണ്ട് ഇവിടെ. ആ ആളുകളെ ബലി കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സംസ്ഥാന സർക്കാർ കൊണ്ടുപോകുമെന്നുള്ളത് യാതൊരു സംശയമില്ല. അതിനെതിരായിട്ട് ജനങ്ങൾ ആഞ്ഞടിക്കും. പ്രശ്നങ്ങൾ ഇവിടെ കൂടുതൽ രൂക്ഷമായി തീരും. പരിസ്ഥിതി നിയമങ്ങളുടെ പേരിൽ ഒരുപക്ഷെ ESA ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ അല്ലെങ്കിൽ എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ ESZ അത് വന്യമൃഗ ആവാസ കേന്ദ്രങ്ങൾക്ക് ചുറ്റും, അതല്ലെങ്കിൽ EFL പരിസ്ഥിതി ദുർബല മേഖല, ഇനി അതല്ലെങ്കിൽ വന്യമൃഗങ്ങൾ, ഇങ്ങനെ പരിസ്ഥിതി നിയമങ്ങളുടെ പേരിൽ ഒരു സമൂഹത്തെ മുഴുവനും ക്രൂശിക്കുന്ന വിധത്തിലേക്ക് ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഭരണക്രമങ്ങൾ നീങ്ങുക, അതിന്റെ ഉദ്യോഗസ്ഥവർണ്ണം അതിന് കൂട്ടുനിൽക്കുക, രാഷ്ട്രീയക്കാർ അതിനെക്കുറിച്ച് പഠിക്കാതിരിക്കുക. ഇവിടുത്തെ MP-മാരും MLA-മാരും എത്ര MP-മാർ ഇവിടെ ഉണ്ട്? 20 MP-മാർ തെരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെയുണ്ട്. രാജ്യസഭ MP-മാരുണ്ട്, 28 MP-മാരുണ്ട്. ഈ MP-മാർക്ക് കൃത്യമായിട്ട് ഇത് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ, ഇവിടുത്തെ 140 MLA-മാർക്ക് കൂടിച്ചേർന്നിരുന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ തിരുത്തിക്കാൻ വളരെ ആർജവമില്ലെങ്കിൽ ഇവർ ആർക്ക് വേണ്ടിയാണ് ജനപ്രതിനിധികളായിട്ട് നിയമസഭയിലും ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിനിധികളായിട്ട് ഇരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികള് അടിയന്തരമായിട്ട് ഇടപെടുകയും പ്രശ്നത്തെ പരിഹാരം ഉണ്ടാക്കുകയും ആ പ്രശ്നം അടിയന്തരമായി അന്തിമ വിജ്ഞാപനത്തിന് മുമ്പ് തന്നെ പരിഹരിക്കുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭവും ജനങ്ങളുടെ പ്രതികരണങ്ങളും തീർച്ചയായിട്ടും നേരിടേണ്ടി വരുമെന്നുള്ളത് ഒരു സംശയവുമില്ല. ജനങ്ങളെ കൂടുതൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം നിയമത്തിന്റെ ഏറ്റവും ലജ്ജാവഹമായിട്ടുള്ള മുഖങ്ങളെ തുറന്നു കാണിക്കാനും ജനങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇത്തരം ഭരണ സംവിധാനങ്ങളെ താഴെയിറക്കാനുള്ള നടപടികൾ ആയി മുമ്പോട്ട് പോകേണ്ടി വരുമെന്നൊന്നും ഒരു സംശയവുമില്ല.